ശബരിമലയിൽ ഇന്നും ഭക്തജന തിരക്കാണ്. അയ്യന് ചാർത്താനുള്ള തങ്കയങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ദിവസം കൂടിയാണെന്ന് വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് 7 മണിക്ക് തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെടും. അവിടെ മണ്ഡലകാല പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ എങ്ങനെ? ഭക്തജന തിരക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വളരെയേറെയായിരുന്നു. ഇന്നെങ്ങനെ? കൃഷ്ണരാജ്, ശബരിമല സന്നിധിയെ സംബന്ധിച്ചിടത്തോളം തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന എന്ന് പറയുന്നത് അതിവിശേഷമാണ്. അതിമനോഹരമായ ഒരു ദർശന സുഹൃതം തന്നെയാണ് തങ്കയങ്കി ചാർത്തിയുള്ള ആ ദീപാരാധന എന്ന് പറയുന്നത്. നേരത്തെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പാർത്ഥസാരഥി അമ്പലത്തിൽ നിന്നും ഇന്ന് രാവിലെ എഴുന്നള്ളി എത്തുന്ന തങ്കയങ്കി 75 സ്ഥലങ്ങളും ക്ഷേത്രങ്ങളുമെല്ലാം തന്നെ പിന്നിട്ടാണ് പമ്പയിലെത്തുന്നത്. പമ്പയിൽ 25-ാം തീയതി ഉച്ചയ്ക്ക് 1:30 അല്ലെങ്കിൽ ഉച്ചയോടുകൂടിയാണ് പമ്പാ സന്നിധിയിലേക്ക് എത്തുന്നത്. പമ്പാ സന്നിധിയിലെത്തുന്ന തിരുവാഭരണം ഈ തങ്കയങ്കി അവിടെ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള പന്തലിൽ വയ്ക്കുകയും അവിടെ അയ്യപ്പസ്വാമിയുടെ ഈ തങ്കയങ്കി ഭക്തജനങ്ങൾക്ക് കാണുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും. അവിടെ നിന്നായിരിക്കും പിന്നീട് 3 മണിയോടുകൂടിയായിരിക്കും തങ്കയങ്കി സന്നിധാനത്തേക്ക് ഘോഷയാത്രയായി വരിക. ശബരി പീഠത്തിൽ വെച്ചാണ് തങ്കയങ്കി ഘോഷയാത്രയെ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് അധികൃതരും ചേർന്ന് സ്വീകരിക്കുക. അവിടെ നിന്നും സ്വീകരിച്ചു കൊണ്ടുവരുന്ന തങ്കയങ്കി 18-ാം പടിയുടെ അവിടെ കൂടി ആനയിച്ചായിരിക്കും സന്നിധാനത്തിൻ്റെ സോപാനത്തിലേക്ക് മുമ്പിലേക്ക് എത്തുക. സോപാനത്തിലേക്ക് എത്തുന്ന തങ്കയങ്കി ക്ഷേത്രതന്ത്രിയും ക്ഷേത്ര മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി ഭഗവാന് ചാർത്തിയാണ് വൈകുന്നേരത്തെ സന്ധ്യാദീപാരാധന നടക്കുന്നത്. ആ സന്ധ്യാദീപാരാധന തൊഴുക എന്ന് പറയുന്നത് മുൻജന്മ സുഹൃതം പോലെ അയ്യപ്പ ഭക്തർ കാണുന്ന ഒരു അതിവിശേഷമായ അതിമനോഹരമായ ഒരു പൂജാ കാഴ്ച തന്നെയായിരിക്കും തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന എന്ന് പറയുന്നത്. അതിനുശേഷം 26-ന് ഉച്ചയ്ക്കാണ് മണ്ഡലപൂജ നടക്കുന്നത്. മണ്ഡലപൂജ 12-നും 12:15-നും ഇടയ്ക്കിൽ 12-നും 12:30-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ്, അഭിജിത്ത് മുഹൂർത്തത്തിലാണ് ഭഗവാന് ഈ തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ നടക്കുക. ആ മണ്ഡലപൂജ നടക്കുന്നതിന് ശേഷം വൈകുന്നേരത്തോടുകൂടി തന്നെയായിരിക്കും സന്ധ്യാദീപാരാധന ഉണ്ടാവുക. ആ സന്ധ്യാദീപാരാധനയ്ക്ക് ശേഷം വീണ്ടും ആ തങ്കയങ്കി മടങ്ങിപ്പോകുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും പത്മനാഭ സന്നിധിയിൽ നിന്നും പാർത്ഥസാരഥിയുടെ സന്നിധിയിൽ നിന്നും എത്തുന്ന തങ്കയങ്കി ഘോഷയാത്രയെ അതിമനോഹരമായി സ്വീകരിച്ചു കൊണ്ടുവരുന്നതിലേക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇന്ന് ശബരിമല സന്നിധാനത്ത് രാവിലെ ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ അനുഭവപ്പെടുന്ന ഭക്തജന തിരക്ക് ഇന്നലെ നടയടച്ചതിനു ശേഷം മലകയറി എത്തിയ, അതായത് രാത്രിയോട് മലകയറി എത്തിയ അയ്യപ്പ ഭക്തരാണ് ഈ ദർശനത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ, അതായത് വ്യാഴവും വെള്ളിയും ഒക്കെ തന്നെ ഏകദേശം 1 ലക്ഷത്തോടടുപ്പിച്ചുള്ള ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തിയിരുന്നു. 96,000-ന് മുകളിലേക്ക് അയ്യപ്പ ഭക്തർ എത്തിയിരുന്നു. ഇന്നലെ അത് ഏകദേശം 90,000-മായി ഒന്ന് വീണ്ടും ചുരുങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലത്തെ കണക്കുകൾ തന്നെ ചിലപ്പോൾ അത് വീണ്ടും വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം വർദ്ധിനിർഭരമായ നിമിഷങ്ങളിലേക്കാണ് ഇനി കിടക്കുന്നത്. ഭഗവാന്റെ മണ്ഡലപൂജയിലേക്കാണ് കിടക്കുന്നത്. ഇന്നലെ മുതൽ വിവിധ വകുപ്പുകളുടെ കർപ്പൂരാഴിയും ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ദേവസ്വം ബോർഡിന്റെ കർപ്പൂരാഴിയായിരുന്നു. ഇന്ന് പോലീസ് അയ്യപ്പന്മാരുടെ കർപ്പൂരാഴിയായിരിക്കും ഉണ്ടാവുക. നമുക്ക് അങ്ങനെ വിവിധങ്ങളായ ഒരുക്കങ്ങളോട് മുന്നൊരുക്കങ്ങളോട് കൂടി തന്നെ ഭഗവാന്റെ ഈ 41-ാമത്തെ മണ്ഡലപൂജ, 41 ദിനരാത്രങ്ങളുടെ കാത്തിരിപ്പിന് ഭഗവാന്റെ ശരണമന്ത്രങ്ങൾക്ക് അയ്യപ്പസ്വാമിയുടെ ആ മണ്ഡലപൂജയിലേക്ക് കടക്കുന്ന കാഴ്ചയിലേക്ക് പോകുകയായിരിക്കും കൃഷ്ണരാജ്. ശരി, മണ്ഡലപൂജയ്ക്ക് ഒരുങ്ങുന്നു സന്നിധാനം. ഇന്നും വലിയ ഭക്തജന തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകിയത്. അഖിൽ, പുത്തൻപുലരിയിൽ കൂടുതൽ വിവരങ്ങളുമായി ഒപ്പം ഉണ്ടാകണം.